വഴി കൂടെ പോകുന്നവരെ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. നല്ല എടുത്ത് നിൽക്കുന്ന അമ്മയുടെ കളർ എന്റെ മെരോളെടുത്ത് കൊടുത്തത് അമ്മയ്ക്ക് ചേരുന്ന കളർ അല്ലേ? എല്ലാവർക്കും അവരുടേതായ ടൈം ബേബിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഒബ്വിയസ്ലി ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒന്ന് കുളിക്കാനോ എനിക്ക് എന്റെ കംഫർട്ടിനായിട്ട് ഞാൻ പോകുന്നത് ഒബ്വിയസ്ലി എന്റെ വീട്ടിലായിരിക്കും. അഹങ്കാർക്ക കാൽക്ക കൈക്ക വെച്ച മുതലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കൃഷ്ണകുമാർ സാറിന്റെ കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു 2 എണ്ണം 3 എണ്ണം എങ്കിലും അതുപോലുള്ള ഐറ്റങ്ങൾ ഉണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. വ്ളോഗുകൾ നിരന്തരം വാച്ച് ചെയ്താലോ അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ കണ്ടാലോ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അവർ കൊടുക്കുന്ന ഒരു വിലയും പരിഗണനയും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇതുപോലെ തന്നെ വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പേർലി മാണി. ഇവർക്ക് എങ്ങനത്തെ റീച്ച് ഉണ്ടോ അതിന്റെ ഒരു 2 മടങ്ങെങ്കിലും സോഷ്യൽ മീഡിയയിൽ റീച്ച് അധികമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പേർലി മാണിയാണ്. അത്യാവശ്യം ഫേസ് വാല്യൂ വെച്ച് നോക്കിയാൽ പോലും അത് പേർലി മാണിക്ക് മാത്രമാണ്. എന്നാൽ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാം. ആദ്യം ദിയ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അവരുടേതായ ടൈം ബേബിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഒബ്വിയസ്ലി ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒന്ന് കുളിക്കാനോ എനിക്ക് എന്റെ കംഫർട്ടിനായിട്ട് ഞാൻ പോകുന്നത് ഒബ്വിയസ്ലി എന്റെ വീട്ടിലായിരിക്കും. ഞാൻ ഒരിക്കലും എന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് അശ്വിന്റെ വീട്ടിലോ വേറെ ആളുടെ വീട്ടിലോ ഞാൻ പോകത്തില്ല. ഞാൻ എന്റെ കംഫർട്ട് എന്റെ സ്വന്തം വീട്ടിലെ വീട്ടുകാരുടെ അടുത്തല്ലേ ഞാൻ പോകും. അപ്പൊ ഞാൻ പോകുന്ന സ്ഥലത്തിലെ തൽക്കാലം ഓമിയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓമി ഈസ് സ്മോൾ ബേബി, ഈസ് ഓൺലി 10 months old. അപ്പൊ അവരൊരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ എന്താ പറയുക, എനിക്ക് അശ്വിനോട് ഒറ്റയ്ക്ക് പറഞ്ഞു വിടാം. എനിക്ക് അത്ര സന്തോഷം. അശ്വിനോട് എവിടെ വെച്ചാൽ പൊക്കോന്ന് എനിക്ക് പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ മദറല്ല, കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ മദറും അല്ല. ഇവിടെ കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നതും അവിടെ 2 ദിവസം നിൽക്കുന്നതും നമ്മളുടെ കംഫർട്ട് അല്ല. ആ ഭർത്താവിന്റെ അമ്മയുടെ അച്ഛന്റെ അവരുടെ കുടുംബക്കാരുടെ ഒരു ആഗ്രഹമാണ്. ഓ, മോള് വന്ന് കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ആ കുഞ്ഞിനെ ഞങ്ങൾക്കൊന്ന് കാണാലോ, എന്റെ മോന്റെ കുഞ്ഞല്ലേ. ഇത് സ്വന്തമായിട്ട് വരുന്നതല്ലല്ലോ. അപ്പൊ അവിടെ നിന്ന് ഒരു സപ്പോർട്ട്, ഒരു പുഷ് ഇല്ലേ? ആ പുഷിന്റെ അർഹത എന്ന് പറയുന്നത് അവരുടെ പാരന്റ്സിനും കൂടെ ഉണ്ട് ഇല്ലേ? അത് അവർ ആഗ്രഹിക്കത്തില്ലേ? ഇതെന്തുവാടാ ഇത്? എനിക്കറിയത്തില്ല. കൃഷ്ണകുമാർ സാർ, നിങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു ഇല്ലേ ഈ CC ക്യാമറ? എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ അവിടെ ഓമി ഹാസ് ടു കം വിത്ത് മീ ബിക്കോസ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു ബേബിയാണ്. അപ്പൊ അവനെ ഒബ്വിയസ്ലി നമുക്ക് വേറെ എവിടെ വിട്ടിട്ട് എനിക്ക് എന്റെ വീട്ടിൽ പിരിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോ നമ്മളപ്പോ ഇപ്പൊ അശ്വിന്റെ വീട്ടിലോട്ട് പോകും. വീക്കേക്കിനെ കണ്ടപ്പോൾ അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്തതിന് ശേഷം അശ്വിന്റെ ചേട്ടൻ ചേച്ചിയൊന്നും വരുന്നില്ല. ഇന്ന് അച്ഛനമ്മ മാത്രമാണ് അല്ലേ? ഇന്ന് അച്ഛനമ്മ മാത്രമുള്ളത്. അവർ ആക്ച്വലി എന്റെ ബർത്ത്ഡേക്ക് മുന്നേ എന്നെ വിഷയം വിളിച്ചായിരുന്നു. വിഷയം നമ്മൾ മോൾക്ക് പോകുന്നതിന് മുന്നേ. അപ്പൊ എന്നെ വിളിച്ചപ്പോൾ എന്റെ തീരെ പറഞ്ഞു ഗിഫ്റ്റ് എന്താ വേണ്ടത് കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഗിഫ്റ്റ് ഒന്നും വേണ്ട, എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ടല്ലോ, എനിക്ക് അത് തന്നെ വലിയ ഗിഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് വന്നിട്ട് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു ഗിഫ്റ്റ് ആണെന്ന്. ഈ കണക്കിന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പെങ്കൊച്ച് അശ്വിന്റെ വീട്ടിൽ പോയി 2 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റൂം റെന്റും ഇലക്ട്രിസിറ്റി ചാർജും അവിടുന്ന് 3 നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുഡിന്റെ പൈസ കൊടുത്തിട്ടായിരിക്കും മേ ബി അവിടുന്ന് ഇറങ്ങുന്നത്. ഈ പെണ്ണിന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. ലീലയിൽ മറ്റു പോകും, അവിടെ അല്ലേ ഇഷ്ടമുള്ള ഫുഡൊക്കെ കിട്ടുന്നത് എന്ന്. നമ്മൾ പൊതുവെ പലപ്പോഴും അശ്വിന്റെ അമ്മയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ലീലയിലാണ്. അവിടെ നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കും അവിടെ കൊണ്ടുപോകും. അപ്പൊ ഇന്നും നമ്മൾ അവിടെ തന്നെയാണ് പോകാന്ന് വെച്ചത്. അല്ല, ആ അശ്വിന്റെ സഹോദരിയൊക്കെ ഗിഫ്റ്റ് മേടിക്കുന്ന കാര്യമൊക്കെ അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അയ്യോ ഗിഫ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾ ഫുഡ് തരുന്നില്ലേ? എടാ, ഗിഫ്റ്റ് വേറെ, തരുന്ന ഫുഡ് വേറെ. അതൊക്കെ ഒരു സ്നേഹത്തിന്റെ പുറത്ത് തരുന്ന ഒരു കാര്യങ്ങളാ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കേരളത്തിലല്ല, ഇത് ഇന്ത്യയിലല്ല, ഇത് രാജ്യത്തല്ല, ഇത് ഈ ഭൂമിയിലുള്ള ഒരു യൂണിവേഴ്സിൽ ജീവിക്കേണ്ട വ്യക്തികളല്ല. ഹൗ ഇറ്റ് പോസിബിൾ? അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചോദ്യമായിട്ട് വരുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുക, അതായത് മൾട്ടിപ്പിൾ ഡിസോർഡർ, അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി അതായത് അമ്മ എന്ന് വിളിക്കത്തില്ലല്ലോ, കല്യാണത്തിന് മുമ്പ് ഒലിപ്പീരായിരുന്നു തോന്നുന്നു, പാലും തേനുമായിരുന്നു. ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്കാണ് സ്റ്റോർ ടുഡേ ദി ഇൻഫേമസ് തൈര് സാദമൻ വത്തക്കുളം ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്ക് തൈര് സാദം വത്തക്കുളം ആക്കുന്നു. ആരാണ് മീനമ്മ? മീനമ്മ ആരാണ്? അശ്വിന്റെ അമ്മ. എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫുഡ്, ആന്റിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫുഡ്. അതേത്? കല്യാണത്തിന് ശേഷം ആന്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ഫുഡ്? കല്യാണത്തിന് ശേഷം. കല്യാണത്തിന് മുമ്പ് മീനമ്മ, കല്യാണത്തിന് ശേഷം ആന്റി. തന്നാനേ താനാ തന തന്നാനം താനാ, തന്നാനേ താനാ തന തന്നാനം താനാ, കൊടുങ്ങല്ലൂരമ്മയേ. അങ്കിളിന് ലഞ്ചാണോ ഡിന്നറാണോ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ? ഓ, അങ്കിളിന് ലാജാണ് ഡിന്നറാണ് വളരെ ഇഷ്ടപ്പെട്ടത്. അയാൾ പുള്ളിയുടെ നോട്ടം കണ്ടാലും അറിയാം അങ്കിളോ ഞാനോ ഉന്നയിച്ച് ബോഡി എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ
ബേസിക്കലി ചിലപ്പോൾ അവർ മെയിനായിട്ട് സംസാരിക്കാത്തൊരു കാര്യം സ്വന്തം മകൻ്റെ ഒരു ജീവിതം ഇല്ലാതാകുമെന്ന് പേടിച്ചുകൊണ്ടായിരിക്കും. സാധാരണ ഒരു കല്യാണം കഴിച്ച് വിടുമ്പോഴത്തേക്കും ഇത് ഒരിക്കലും ഞാൻ അധികാരത്തോടു കൂടി സംസാരിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാ പെൺമക്കളുടെയും അച്ഛന്മാരും അമ്മമാരും മക്കളെ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വിഷയമായ നിങ്ങൾ സെപ്പറേറ്റ് ആയ മോളുടെ ഭാവി പോകത്തില്ല എന്ന് പറയും. സോ അതൊരു പെണ്ണായതുകൊണ്ട് അവർ വീട്ടുകാർ പറഞ്ഞു ഞാൻ ആരുടെയും ഡോമിനേഷൻ സ്കില്ലോ ആണിനും പെണ്ണിനെ ഇക്വലൈസ് ചെയ്യുകയോ സംസാരിക്കുകയല്ല, പൊതുവേ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചായിരിക്കും. അശ്വിൻ്റെ ഫാമിലി മോനെ നീ ഒന്നും മിണ്ടല്ലേ, നിന്റെ ഭാവി പോവും, അവൾ നിന്നെ ഉപേക്ഷിക്കും, നിന്നെ ഇല്ലാതാക്കും, നിന്നെ കളയും, എൻ്റെ പൊന്നു മോനെ നീ വിട്ടുകൊടുക്കല്ലേടാ, എങ്ങനെയെങ്കിലും ഒരു സ്ലാബായിട്ടെങ്കിലും അല്ല സ്ലാബല്ല വാഴ നീ പോയ എഴുന്നേറ്റ് അങ്ങനെയെങ്കിലും ഒന്ന് നിന്നേക്കണമെന്നായിരിക്കും. അങ്ങനെ എന്തായാലും ഈ പറയുന്ന ടോക്സിക് അകത്തൊന്ന് 10-20,000 പേരൊക്കെ അങ്ങ് അൺഫോളോ അടിച്ചങ്ങ് പോയി. ഈ പെൺകുട്ടിയുടെ ഇതുപോലുള്ള കൊള്ളരുതായ്മയായിട്ടുള്ള സംസാരങ്ങൾ ഉള്ള കാര്യം പറയാലോ. മെച്ചൂരിറ്റി വേണം, അത് അധികമാവരുത്. അഹങ്കാരം വേണം, അതും അധികമാവരുത്. സ്വന്തം കാലിൽ നിൽക്കുവാണെന്നുള്ള അഹങ്കാരം വേണം, അത് മറ്റുള്ള തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അഹങ്കാരമായിരിക്കില്ല. അതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇങ്ങനെ കുറച്ച് ഫോളോവേഴ്സ് സാധനങ്ങളൊക്കെ കൈവിട്ട് പോകുമ്പോഴത്തേക്കിന് അതിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ആ സ്റ്റോറി നോക്കി, ബീയിങ് ഡിസ്ലൈക്ക് ബൈ പീപ്പിൾസ് വിത്ത് അഗ്ലി സ്പിരിറ്റ്സ് ഇസ് ഡിവൈൻ പ്രൊട്ടക്ഷൻ. എന്തുവാ കളഞ്ഞിട്ട് പോയവര് ഇതൊക്കെ ഒന്നുമില്ല. ഇന്നലെ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല കാര്യം കണ്ടിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത വെരി നെക്സ്റ്റ് ഡേ അവർ നിന്നെ ഇല്ലാതായെന്ന് കാണിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നീ ആ രീതിയിൽ മലത്തി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഈ പറയുന്ന ദിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ എന്തായാലും ഓരോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓരോ മാലയുടെ ആഭരണം അറിയാലോ, ഇങ്ങനെയുള്ള മാലയുടെ ആഭരണത്തിന്റെയൊക്കെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇടുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ താഴെ വരുന്ന കമന്റുകൾക്ക് ലൈക്കുകൾ കൂടി വന്നുകൊണ്ടിരിക്കുക. ഇവളുടെ ഒരു ഐറ്റം പോലും വാങ്ങരുത്, അഹങ്കാരി. ഇത് തന്നെയാണ് ഒരുവിധപ്പെട്ട ആൾക്കാർക്കും കാണാനും സാധിക്കുന്നത്. ഊസി ഇങ്ങനെയൊക്കെ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന കാര്യം കാണിച്ചത്. വഴി കൂടെ പോകുന്നവരെ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എന്ത് തമ്മാടിത്തരം അടി പറയുന്നത്? കാവിലമ്മയൊന്നും അല്ലല്ലോ എന്ന്. അതെന്തുവാ മോളെ? അല്ല എനിക്കത് മനസ്സിലായില്ല. മോളൊന്ന് പറഞ്ഞു തരണേ. മോൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നീ ഇതൊന്ന് പറഞ്ഞു തരണേ. വഴി കൂടെ പോകുന്നവരെ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് അവൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അത് കാവിലമ്മയൊന്നും അല്ലല്ലോ. അതെന്തുവാ? നീ എന്തോ കമ്പയർ ചെയ്യുന്നത്? എന്തുമായിട്ടാ കമ്പയർ ചെയ്യുന്നത്? മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നെങ്കിലും മര്യാദയ്ക്ക് ജോലി ചെയ്യണം. അല്ലാതെ നിനക്ക് കമ്പയർ ചെയ്യാനായിട്ടും നിനക്ക് മനുഷ്യരായിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജനങ്ങളുണ്ട്. അവിടെ പോയിട്ട് കാവിലമ്മയൊന്നും അല്ലല്ലോ എന്ന് പറയേണ്ടത് വളരെ ബാഡായിട്ടുണ്ട് മോളെ, വളരെ ബാഡായിട്ടുണ്ട്. വെറും വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് എന്നല്ല ഇതിന് പറയേണ്ടത്. ഒരു ആവശ്യവുമില്ലാത്ത, അതൊരു കോമഡിയാണ് നീ ഉദ്ദേശിച്ചതെങ്കിലും അതൊരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ ആർക്കും ഒതുക്കി കൂടാൻ പറ്റാത്തൊരു കോമഡിയാണ് നീ കാണിച്ചു കൂട്ടിയത്. ദിയാകൃഷ്ണ കെട്ടിയോന്റെ അമ്മ വഴി കൂടെ പോകുന്ന ആളെന്നാണോ പറയുന്നത്? എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഫാമിലി വിചിത്രമായ ചില സ്റ്റേറ്റ്മെന്റ് ഇടയ്ക്ക് പറയാറുണ്ട്. അങ്ങനല്ലേ വരത്തുള്ളൂ. പബ്ലിക്കായിട്ട് ഇവർക്ക് വിളിച്ച് പറയാമെങ്കിൽ പബ്ലിക്കായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാന്നുള്ളതാണ്. അതാ ഈ വാവിട്ട കോടാലി അല്ലേ? അങ്ങനെ പക്ഷെ ഈ വകതിരിവ് വേണം നമ്മൾ എന്തൊക്കെ പറയാന്നുള്ളത്. അതൊക്കെ സത്യസന്ധമായ കാര്യം. വകതിരിവ് വേണം എന്തൊക്കെ പറയാനുള്ളത്. ആ ഒരു വകതിരിവ് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വകതിരിവോടുകൂടിയുള്ള ലാംഗ്വേജുകളും കാര്യങ്ങളും നിങ്ങളും കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് വളരെ മെയിൻ ആയിട്ടൊരു കാര്യം. വകതിരിവോടുകൂടി ആൾക്കാരിലേക്ക് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോൾ വകതിരിവോടുകൂടി തന്നെ ആൾക്കാരിലേക്ക് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ശൈലി എന്താണ് എന്ന രീതിയിൽ തന്നെ വീഡിയോ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പം ചോദിക്കും നീയും ദിയാസല്ലോ എന്തോടെ പേര് കൃഷ്ണകുമാർ, അവർ തമ്മിൽ നിനക്ക് വ്യത്യാസമില്ല എന്ന്. ഞങ്ങൾ രണ്ടുപേരും 2 തത്തിക്ക് വീഡിയോ ചെയ്യുന്നവരാ. അവർ ലൈഫ് ടൈം വെച്ചിട്ട് കാണിക്കുന്നത്. ഞാൻ ഈ ഇരിക്കുന്ന 2 മണിക്കൂർ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തു വെച്ചിട്ട് എൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അത് മനസ്സിലാക്കണം. ഇനി ഇതേ ലെവലിൽ തന്നെ നിൽക്കുന്ന ഇവരുടെ അതേ ഫ്ലോയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ പേർളി മാണി. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അത്യാവശ്യമല്ല നല്ല രീതിയിൽ റീച്ച്, സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂ തുടങ്ങിയ സെലിബ്രിറ്റീസ് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് ജപ്പാനിൽ നിന്ന് ഒരാൾക്കാരെ ഇറക്കി കൊണ്ടുവന്നിട്ട് ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പം ഹെഡ് വെയ്റ്റിന്റെ പീക്ക് ലെവല്, എക്സ്ട്രീം ലെവല് അങ്ങേ അറ്റം വരെ കാണിക്കാനായിട്ട് സാധ്യത വളരെ അധികമുള്ളൊരു ആള്. ഏതെങ്കിലും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ ഈ പെൺകുട്ടി, അതായത് പേർളി എടുത്ത് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേർളിക്ക് ഇടാൻ പറ്റാവുന്നതിന്റെ മാക്സിമം വെയിറ്റ് ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അതേ രീതിയിൽ ഒരു ഫാമിലി ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നു, ഒരു ചാനൽ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നു, ഒരു ലൈഫ് ടൈം വ്ളോഗ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നു, ഒരു ഇന്റർവ്യൂ സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നു ഒരു വ്യക്തി. ചെയ്യാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീം ലെവലിൽ ഇപ്പൊ കേരളത്തിൽ ഇതുപോലുള്ള പരിപാടികൾ എക്സ്ട്രീം ഈഗോ സഹിതം കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി
പേളി മാണിയാണ്. എന്നാൽ പേളി മാണിയുടെ സൈഡിൽ നിന്നും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ പുള്ളിക്കാരി ഭയങ്കര ടെക്നിക്കലി ക്വാളിഫൈഡാണ്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം. അതിനകത്ത് ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് അമ്മ ഉണ്ടാക്കിയ ചക്കപ്പായസം. സ്പെഷ്യൽ പായസമാണ്. അതായത് ആര് ശ്രീനിഷിന്റെ അമ്മയുടെ കാര്യമാണ് പറയുന്നത്. ഉണ്ടാക്കിയ ഒരു ചക്കപ്പഴത്തിന്റെ പായസം. ആരാ ഉണ്ടാക്കിയത്? ശ്രീനിഷിന്റെ അമ്മ, ശ്രീനിഷിന്റെ ആന്റി. ആന്റി ചക്കപ്പഴത്തിന്റെ കുറി കണ്ടുപിടിച്ചാണ്. അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ അമ്മ എല്ലാവർക്കും ഹാപ്പി വിഷു പറഞ്ഞു. ഹാപ്പി വിഷു, എല്ലാവർക്കും ഹാപ്പി വിഷു. റെഡിൽ അമ്മ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ? ഈ ചുവപ്പ് നല്ല എടുത്ത് നിൽക്കുന്ന അമ്മയുടെ കളർ. ഇതൊക്കെ എന്റെ മെരോൾ എടുത്ത് കൊടുത്തത് അമ്മയ്ക്ക് ചേരുന്ന കളർ അല്ലേ? കളർ. ഈ വീഡിയോ ഇപ്പൊ തുടങ്ങിയതിന് ശേഷം 4ഓ 5ഓ വട്ടമാണ് അമ്മ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. വേണമെങ്കിൽ പറയാം, അത് ശ്രീനിഷിന്റെ അമ്മയല്ലേ, എന്തിനാണ്? അങ്ങനൊന്നും ഒരിക്കലും പേർളിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കാണാനും പറ്റത്തില്ല, പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. പേർളിയെ പൊക്കി പറയുമൊന്നുമല്ല. പേർളി ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ചില സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന രീതി അത് ഗംഭീരമാണ്. അതുപോലെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള സാധനമാണ് ഇത്. അതുകൊണ്ടാണ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർക്കിടയിലേക്ക് അതേ സ്റ്റേജിൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നിൽക്കുന്ന പേർളി മാണിയെ ഇതിലേക്ക് കൊണ്ടുവരാനും ഒരു കമ്പാരിസൺ കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്. എന്താണത്? ആ പാട്ടമ്മ പാട്ട്. ഇതിനകത്ത് സംഭവം എന്താണെന്നറിയോ? ഇതേ സാധനം തന്നെ, ഈ സെയിം സാധനം ഇപ്പം ദിയയുടെ വീഡിയോയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ദിയ പറയണം, ഓ എന്റെ അമ്മയ്ക്ക് ഇതിലും വലിയൊരു സാരി ബാക്കിൽ ശ്രീകൃഷ്ണൻ 2 അപ്പുറത്തുണ്ടായിരുന്നു. എന്റെ പപ്പ യൂറോപ്പിൽ നിന്ന് വന്നപ്പോഴത്തേന് എത്യോപ്യൻ സുന്ദരിയുടെ ഒരു പടമുള്ള ഒരു സാധനം കൊണ്ടുവന്ന് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞിലെ ഒരുപാട് വിഗ്രഹങ്ങൾ കണ്ടു വളർന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ളതൊക്കെ സില്ലി മാറ്റർ യാർ, ഇങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത്. കാരണം നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് തന്നെ പറയത്തുള്ളൂ. ആൻറ്റിയുടെ സാരിയല്ല ആൻറ്റി, ഞങ്ങളുടെ ആൻറ്റിയുടെ സാരിയാണ് ആൻറ്റി നിങ്ങൾ കാണേണ്ടത്. അപ്പം മീനമ്മ മാറി ആൻറ്റി ആയതും ആൻറ്റി മാറി ഇനി മറ്റെന്തെങ്കിലും ആവുന്നോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടും. ഇപ്പം ഇത്രയധികം ആൾക്കാർ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളുടെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയി നിങ്ങളുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ഏകദേശം 1 വർഷമായി കാണും ഒരു 65 ലക്ഷം രൂപയുടെ തട്ടിപ്പുമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വന്നിരും. അപ്പം നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നും നിങ്ങളുടെ ഈഗോ ഉള്ള ആൾക്കാരാണെന്നും നിങ്ങൾ ഭയങ്കര സ്വയം പൊങ്ങികളാണെന്നും എല്ലാം ജനങ്ങൾക്കറിയാം. ഈവൻ എനിക്ക് വരെ അറിയാം. എന്നിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്തേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാര്യം എന്തായിരുന്നു? നിങ്ങളുടെ ഭാഗത്തായിരുന്നു ന്യായം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു മുതലിനെ മറ്റൊരു വ്യക്തി വന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴത്തേക്കിന് അവരുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കേരളത്തിലുള്ള ഈ വിവരം അറിയാവുന്ന എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പൊ ഈ കാണിക്കുന്നത്, അന്ന് ഞമ്മക്കറിയാം നിങ്ങൾക്ക് ഇതുപോലുള്ള ഈഗോ ടീമുകളാണെന്നുള്ളത്, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ത് ശരിയാണോ? അപ്പൊ നിങ്ങൾക്കുള്ളിലുള്ള ഈഗോയും കോംപ്ലക്സും കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് കുത്തി പൊക്കി എടുത്ത് വെളിയിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ആ തട്ടിപ്പ് നടത്തിയിട്ടുള്ള പെൺകുട്ടികളെ ഇവരുടെ വയറ്റ് പൊങ്കാലൊക്കെ കണ്ട് വിളിക്കുന്ന ഒരു സീനൊക്കെ എൻ്റെ സ്റ്റാഫുകളൊക്കെ ഒരു അമ്മായിയമ്മ മൈൻഡിലൊക്കെ വിളിക്കുമല്ലോ, ആ ഒരു രീതിയിൽ നിന്ന് പ്രൊണൗൺസ് ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്നതായിരുന്നു. എന്നിട്ട് നമ്മൾ ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഈ പെണ്ണിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടോ, ഇവൾ ഇങ്ങനെയാണോ സ്റ്റാഫുകളോട് പെരുമാറുന്നത് എന്ന രീതിയിലൊരു സംസാരിക്കാണെന്ന് ശ്രമിച്ചില്ല. എനിക്കത് തോന്നിയിട്ട് ഞാൻ ഇട്ടല്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. നിങ്ങൾ തട്ടിപ്പിന് ഇരയായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. അത് കഴിഞ്ഞു. ഇത് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന രീതിയിലേക്കുള്ള പല പരിപാടികൾ. അതുകൊണ്ടാണ് ഇത്രയധികം ഫോളോവേഴ്സും അൺഫോളോവേഴ്സും സബ്സ്ക്രിപ്ഷൻ ലോസും ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 1-2 കാര്യങ്ങളല്ല, നിങ്ങൾ തന്നെ കുടുംബത്തിൽ തന്നെ വട്ടത്തിൽ കിടന്ന് കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങളെല്ലാം.